എൻ്റെ പേര് ബാഹുലേനാണ്. തന്നൂച്ചുറം സ്വദേശിയാണ്. ദേശീയ കായികതരണം തിരുവനന്തപുരം ആമയിഴഞ്ചാൽ തോട്ടിൽ ജോയി വേസ്റ്റ് വാരാൻ പോയ ജോയി വെള്ളം ഒഴുക്ക് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. 3 ദിവസത്തിന് മുമ്പെയാണ് ജോയിയുടെ ഒഴുക്ക് കൊണ്ടുപോയത്. അതിനുശേഷം രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി. രക്ഷാപ്രവർത്തനങ്ങൾ 2 ദിവസം, ഇന്നലെ രാത്രി വരെ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു, 6:30 വരെ ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി 11 മണി വരെ രക്ഷാപ്രവർത്തനം, ജോയിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി. അതുപോലെ 11 ലോറിയാണ് മാലിന്യങ്ങൾ മാറ്റിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആമയിഴഞ്ചാൽ തോട്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. 1500 രൂപയ്ക്ക് വേണ്ടിയാണ് ജോയി ഈ ജോലിക്ക്, കരാർ ജോലിക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. 3 പേരും അറ്റ് പോയതിൽ രാവിലെ 11 മണിക്കാണ് ജോയിയും കൂടി ഇറങ്ങിയത്. അതിനുശേഷം ജോയി ഉള്ളവർ കരയിൽ കയറി. ജോയി വീണ്ടും പോയി കഴിഞ്ഞു. കയറിട്ട് കൊടുത്തിട്ടും പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒഴുക്ക് കൊണ്ടുപോയി ഇരുന്നെ പറയാം. 3 ദിവസം തന്നെ ഈ മൃതദേഹത്തിന് വേണ്ടി ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞ്, പോലീസ് സന്നാഹം എത്തി, നഗരസഭയിലുള്ളവരെത്തി, ക്ലീനിങ്ങുകാരെല്ലാം എത്തി, ഡോക്ടർമാരെത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അതിനുശേഷമാണ് നമുക്ക് പറയാം ഇന്നലെ വരെ മൃതദേഹം കിട്ടിയില്ല. ഇന്ന് രാവിലെ 9 മണിക്കാണ് 1.5 കിലോമീറ്ററിന് അപ്പുറമുള്ള ഗണപതി ക്ഷേത്രത്തിന്റെ അപ്പുറമുള്ള തോട്ടിൽ നിന്നാണ് മൃതദേഹം കിട്ടിയെന്ന് പറയാം. ആമയിഴഞ്ച് തോട്ടിൽ നിന്നാണ് കിട്ടിയത്. വേസ്റ്റുകൾ മാറ്റി വേസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. തുണികളുള്ള വേസ്റ്റുകളാണ് അവിടെ എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം രാവിലെ ഇന്ന് 3ാമത്തെ ദിവസമാണ് ജോയിയുടെ മൃതദേഹം അവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നഗരസഭയിലുള്ളവർ കാണുന്നുണ്ട്. അതിനുശേഷം ആൾക്കാരെ വിളിച്ചു പറഞ്ഞ് പിന്നെ അവിടെ എടുത്തു കഴിഞ്ഞതിന് ശേഷം, മൃതദേഹം എടുത്തു കഴിഞ്ഞ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. വിലാപ യാത്രയോടെ തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്നും മാരായമഠത്തുള്ള വീട്ടിലേക്ക് വിലാപയാത്രയോട് കൊണ്ടുപോയി. നഗരസഭ അവരും ഉണ്ടായിരുന്ന വണ്ടിയിൽ. അതുപോലെ മിക്ക ആൾക്കാരും വിലാപയാത്രയോടെ തന്നെ മാരായമഠത്തെത്തി. അവിടെ ശേഷം 3:30 കഴിഞ്ഞപ്പോൾ തന്നെ, ഇന്ന് വൈകുന്നേരം 3:30ക്കാണ് മാരായമഠത്ത് അവന്റെ ജോയിയുടെ വീട് ഒരു കുന്നിലാണ്. അതിനുശേഷം ആ കുന്നിന്റെ അവിടെ ഒരു ജോയി വാങ്ങിച്ചിട്ട സ്ഥലത്ത് ആണ് ജോയിയെ അടക്കിയെന്ന് നമുക്ക് പറയാം. ജോയിയുടെ അമ്മ 3 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു, ബന്ദിക്കോസ് പള്ളിയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. മോൻ തിരിച്ചു വരുമെന്നാണ് അമ്മ പറഞ്ഞത്. അച്ഛൻ 10 കൊല്ലത്തിന് മുമ്പേ മരിച്ചു പോയി. 8 മണിയാണ് അച്ഛൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വീട്ടിൽ ആ പ്രകടനം നമുക്ക് അവസാനത്തെ ഘട്ടം നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ലൈവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവസാനം സഹോദരിയും അമ്മയും കരയുന്ന ആ വിലാപയാത്രയിൽ നമുക്ക് ആരും കരഞ്ഞു പോകും. 2 സൈഡും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞെന്നു. രാഷ്ട്രീയ നേതാക്കളും അല്ലാത്തവരും എല്ലാവരും കൊണ്ട് ആ വീട്ടിൽ നിറഞ്ഞു കവിഞ്ഞെന്ന് തന്നെ പറയാം. പൊക്കത്തിലാണ് ഈ വീട് ഇരിക്കുന്നത് എന്ന് പറയാം. 2 മുറികളുള്ള വീടാണ് ജോയിയുടെ വീട്. 1500 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ വേസ്റ്റ് കോരാൻ പോയെന്ന് നമുക്ക് പറയാം. ഇതിനു മുമ്പ് ജോയി വേസ്റ്റ് കോരാൻ പോയിട്ടുണ്ട്. പിന്നെ ആക്രി പറക്കാൻ പോകും. ഒരു ജോലി ഇല്ലെങ്കിൽ ആക്രി പറക്കാൻ പോയി. 1 ദിവസം പോലും ജോയി വീട്ടിൽ നിൽക്കൂലെന്ന് തന്നെ അമ്മ പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അത്തരം ദുഃഖമുള്ള ഒരു വീട്ടിലുള്ളതാണ് ജോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖമായ ഒരു വാർത്തയാണ്. ആ വീട്ടിന്റെ വൈകുന്നേരത്തെ ആ വെളിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ അതിശയം തോന്നുന്നു. അമ്മ കാത്തിരുന്നു മോൻ തിരിച്ചെത്തുമെന്ന് ഇന്നലെ വരെയും പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് മൃതദേഹം കെട്ടുന്നത്. അതിനുശേഷം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിലാപയാത്രയോടെ നെയ്യാറ്റിൻകരയിലുള്ള മാരായമഠത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ 2 ഭാഗത്തും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞെന്ന് പറയാം. രാഷ്ട്രീയക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞെന്ന് തന്നെ പറയാം. വീട് വെച്ച് കൊടുക്കാന്നാണ് പ്രതിപക്ഷം, അതാണ് ബഹളമൊന്നും വെക്കാത്ത, വീട് വെച്ച് കൊടുക്കാന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. സഹായം ചെയ്യണമെന്നാണ് പറയാനുള്ളത് സർക്കാരോട്. നമുക്കും പറയാനുള്ളത് അത്ര പാവപ്പെട്ടവരാണ്. ഇനി അമ്മ മാത്രമേ ആ വീട്ടിലുള്ളൂ. നമ്മൾ അതൊന്നും ആലോചിച്ച് നോക്കും. മോൻ പൈസ കൊണ്ടുവരുന്ന 1500 രൂപ വൈകുന്നേരം കൊണ്ടുവന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നിട്ട് എന്നാൽ 5 മണിക്ക് വീട്ടിലെത്തുന്ന മോൻ അന്നായപ്പോൾ വന്നില്ല. അതിന്റെ പിറ്റൊന്നും വന്നില്ല. അതിന്റെ 3-ന്റെ അന്ന് മൃതദേഹമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്ന സഹോദരി അവസാനത്തെ വിലാപയാത്രയെ കാണുമ്പോൾ നമുക്ക് കരഞ്ഞു പോകും. നമ്മുടെ ജീവിത ചരിത്രത്തിൽ ഇങ്ങനെ മനുഷ്യന് ഇത്രയും കഷ്ടമുണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കും.
ഈ ജോലിക്ക് വേണ്ടിയാണ് പോയതെന്ന് നമുക്ക് പറയാം. 1.5 കിലോമീറ്ററിന് സൈഡിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുടുംബത്തിന് എന്തെങ്കിലും സഹായം സർക്കാർ ചെയ്യണമെന്നാണ് നമുക്കും പറയാനുള്ളത് എന്ന് പറയാം. അത്ര ഒരു ദുഃഖമായ ഒരു വാർത്തയാണ് നമുക്ക് കാണാം. പാറശാല MLA ഹരീന്ദ്രൻ സാർ എത്തിക്കഴിഞ്ഞിരുന്നു. ബിനു സാർ ജില്ലാ പഞ്ചായത്ത് അംഗം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മാരായമഠത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അതുപോലെ നഗരസഭ മേയർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വിലാപ യാത്ര വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് പറയാം. അതുപോലെ മികച്ച രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നെന്ന് പറയാം. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും ഉണ്ടായിരുന്നെന്ന് തന്നെ പറയാം. വിലാപ യാത്രയോടെ തന്നെ 3:30 കഴിഞ്ഞപ്പോൾ തന്നെ അടക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി ജോയി എന്ന് പറഞ്ഞ നാമം നമുക്ക് മാത്രമേ കാണാനുള്ളൂ. 3 ദിവസത്തിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കരയിലേക്ക് എത്തി. അതിനുശേഷം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അമ്മ ചിത കണ്ടതോടെ തന്നെ അമ്മ വിളിക്കുന്നത് ആരും കരഞ്ഞു പോകുന്ന 2 ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ കരയുന്ന ആ ദുഃഖമായ ആ സഹോദരി വിളിക്കുന്ന വിളി കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കഴിയുന്നു. ആ സഹോദരന് ഒരു ജോലി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വീട്ടിലുള്ള അമ്മയ്ക്ക് എന്തൊക്കെ സഹായം ആൾക്കാർ കൊടുക്കണമെന്നാണ്. ഇത്രയും പാവപ്പെട്ട വീട്ടിൽ ഒരു ഇങ്ങനെ മനുഷ്യന് കഷ്ടമുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. ഇത്രയും വേസ്റ്റ് വാരാൻ ആരും ഇറങ്ങാത്ത വേസ്റ്റ് വാരാനാണ് ജോയി പോയതെന്ന് നമുക്ക് പറയാം. 1500 രൂപയ്ക്ക് വേണ്ടിയാണ് പോയത്. വെള്ളം ഒഴുക്ക് കൊണ്ടുപോയി. പിന്നെ 3 ദിവസം കഴിഞ്ഞാണ് ജോയിയുടെ മൃതദേഹം എടുക്കുന്നത്. നാട്ടുകാരെല്ലാം ജോയിയോട് വലിയ സന്തോഷമാണ്. അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് ആക്രി പറക്കാൻ പോകുന്നതിന് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ദുഃഖത്തോടെ നൽകുന്ന ജോയി എന്ന് പറയുന്ന നാമം വേണം നമുക്ക് ഇനി കാണാൻ സാധിക്കുന്നുണ്ട്. 2 സൈഡും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞെന്ന് പറഞ്ഞ അമ്മയുടെ വിളി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അത്തരമായി ഇനി അമ്മ ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിയുന്നു. ആ രംഗമൊക്കെ ഒന്നും നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന സിനിമ പോലെയാണ് എന്നാ പറയാൻ. ജോയിയെ കാത്തിരുന്ന അമ്മ അവസാനം മൃതദേഹവുമായി വിലാപയാത്രയോടെ വീട്ടിലെത്തുന്നു. അവിടെ നിന്ന് അടക്കുന്നുണ്ട്. അതോടെ എല്ലാ നാട്ടുകാരും പോകുന്നു. അതിനുശേഷം അമ്മ ഇനി മാത്രം ആ വീട്ടിൽ സഹോദരിയും കാണുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേ.